Hi dears, welcome to Tooth File. Accountancy PYQ സെറ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് ഇൻ ഹിസ്റ്റോറിക്കൽ നേച്ചർ. ഹിസ്റ്റോറിക്കൽ നേച്ചറുള്ള അക്കൗണ്ടിങ് അറിയപ്പെടുന്ന പേര് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാണ്. ഹിസ്റ്റോറിക്കൽ നേച്ചറിൽ അറിയപ്പെടുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓപ്ഷനിൽ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ദെൻ മിക്സഡ് അക്കൗണ്ടിങ്, അങ്ങനെ 4 ഓപ്ഷനാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ വന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നായിരുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫുള്ളി ഹിസ്റ്റോറിക്കൽ നേച്ചറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് അഡീഷണൽ ഫാക്ട്സ് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക്. ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്ന ലൂക്ക പാസിയോളി, മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ അഥവാ അല്ല എങ്കിൽ മോഡേൺ അക്കൗണ്ടിങ്ങിൻ്റെയും ബുക്ക് കീപ്പിങ്ങിൻ്റെയും ഫാദർ എന്നറിയപ്പെടുന്ന ലൂക്ക പാസിയോളി, അതൊരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. 1447 ജനിച്ച് 1517 മരിച്ചത്. ആ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ അദ്ദേഹം എഴുതിയ 1494 എഴുതിയ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന ബുക്കിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായ ലൂക്ക പാസിയോളിയുടെ ബുക്കിൻ്റെ അകത്തെ കാര്യങ്ങളാണ്. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്തിട്ടാണ് നമ്മളിപ്പോഴും നമ്മുടെ അക്കൗണ്ടൻസി ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന കൺസെപ്റ്റ്, നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നത്. ഈ കൺസെപ്റ്റും നമ്മളിലേക്ക് എത്തിച്ചത് ലൂക്ക പാസിയോളിയാണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് AICPA defines financial accounting is an art of recording, classifying, summarizing in a significant manner and in terms of money transaction and events which are in a part at least of financial character and interpreting the results thereof. അപ്പോൾ AICPAയുടെ ഡെഫിനിഷൻ്റെ അകത്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സമ്മറൈസിങ് ഉണ്ട്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലുള്ളതായിരിക്കും, മണി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മണി ട്രാൻസാക്ഷൻസ്, ഇവൻറ്റ്സ് വിച്ച് ആർ എ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളതായിരിക്കണം. പിന്നെ അത് മണി ടേംസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലെഡ്ജറിൽ ചെയ്യുന്നതാണ്, സമ്മറൈസിങ് അത് നമ്മൾ സമ്മറൈസിങ് വരുമ്പോഴത്തേക്ക് ഏതിലേക്ക് പോകും, ട്രയൽ ബാലൻസിലാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസിങ് ഇത്രയും കാര്യങ്ങൾ വരുന്നത് നമ്മുടെ ബുക്ക് കീപ്പിങ്ങിലാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ബുക്ക് കീപ്പിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്, ബുക്ക് കീപ്പിംഗ് ആണ്. ഈ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നിടത്ത് നിന്നാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നത് അവിടെ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. എവിടെയാണോ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റിങ്ങും സ്റ്റാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് എ. ട്രയൽ ബാലൻസിൽ നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എവിടെയാണ് ഷോ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും അതിൻ്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചാലും നമ്മൾ എന്താണ് എഴുതേണ്ടത്, അതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണത് കാണിക്കേണ്ടത്. അതെന്താണ്, ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്താണ്,
നമുക്ക് അറിയാവുന്ന ഒരു ലയബിലിറ്റി വരുന്ന ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് എന്ത് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലോസ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകും എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എന്ത് പ്രൊവിഷനാണ്, ബാഡ് ഡെപ്റ്റ് എന്ന കാര്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു ലോസ് ഉണ്ടാവും. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അത് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യണം. അപ്പോൾ അതെന്താണ്, ഒരു ലയബിലിറ്റിയാണ്. ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ചാർജാണ്. ഏതിന് എഗെയിൻസ്റ്റ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റിന് എഗെയിൻസ്റ്റ് ഉള്ള ഒരു ചാർജാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷൻ ഈസ് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ടു മീറ്റ് എ സർട്ടേൺ നോൺ ലയബിലിറ്റി ഓർ കണ്ടിജൻസീസ്. നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ചാർജ് ചെയ്ത് മാറ്റിവെക്കുന്നതാണ് എന്ത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം, അതല്ലെങ്കിൽ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയാം, എന്ത് പേരിൽ അറിയപ്പെടാം? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രുഡൻസ്. ഈ 3 പേരിലും അറിയപ്പെടുന്ന ഒരേ കാര്യം തന്നെയാണ്. എന്താണ്? എല്ലാ പ്രോഫിറ്റും എന്ത് ചെയ്യണം നമ്മൾ? ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ഓർ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, അതല്ല എങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രുഡൻസ്. ഈ പേരിൽ അറിയപ്പെടുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ 3 പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഒന്നുകിൽ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയാം, അതല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയാം, അതല്ല എങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രുഡൻസ് എന്നും പറയാം. ഇതിൻ്റെ അകത്ത് എന്താണ് ഇത് പറയുന്നത്? ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്. നമ്മൾ എന്ത് ചെയ്യരുത്? പ്രോഫിറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്. ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്. പക്ഷേ പകരം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ലോസസിനും വേണ്ടി നമ്മൾ എന്താ പോസിബിളായിട്ടുള്ള എല്ലാ ലോസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിൻ്റെ എൻട്രി എന്താണെന്ന് നോക്കാം. എൻട്രി എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്? ക്രെഡിറ്റ് ബാലൻസ് ആവും. ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ അതെന്താണ്? അത് ലയബിലിറ്റിയാണ്. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി വേറൊരു മെത്തേഡിൽ ഇത് ഷോ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്ന്, അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തും നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ പ്രീപെയ്ഡ് ആൻഡ് അൺപെയ്ഡ് എക്സ്പെൻസ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ പ്രീപെയ്ഡ് ആൻഡ് അൺപെയ്ഡ് എക്സ്പെൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡ്യൂ ടു ദ ഡാഷ് കൺസെപ്റ്റ്. ഏത് കൺസെപ്റ്റാണ്? അവിടെ വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാച്ചിങ് കൺസെപ്റ്റാണ്. എന്താണ്? ഒരു വർഷത്തെ ഒരു കറണ്ട് അക്കൗണ്ടിങ് പീരീഡിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? മാച്ച് ചെയ്യാവുള്ളൂ. ഒരു പർട്ടിക്കുലർ പീരീഡിലെ റവന്യൂവിന് എഗെയിൻസ്റ്റ് തന്നെ ആയിരിക്കണം ആ വർഷത്തെ നമ്മുടെ എക്സ്പെൻസസും എന്ത് ചെയ്ത് പോകേണ്ടത്? മാച്ച് ചെയ്ത് പോകേണ്ടത്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആയ ഏതൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് എന്നുള്ള കാര്യങ്ങളിൽ എൻട്രി ഇട്ട് ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ അതാത് വർഷത്തെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ മാച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അൺക്ലെയിംഡ് ഡിവിഡൻഡ് വിൽ ബി ഷോൺ. അൺക്ലെയിംഡ് ഡിവിഡൻഡ് എവിടെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പക്ഷേ ആ ഡിവിഡൻഡ് എന്ത് ചെയ്തില്ല? ക്ലെയിം ചെയ്തില്ല, അവരത് വാങ്ങിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മളത് കൊടുക്കേണ്ടതാണ്. അവരെപ്പോൾ വന്ന് ചോദിച്ചാൽ അത് എന്ത് ചെയ്യണം? നമ്മൾ ആ ഡിവിഡൻഡ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ്, ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. എവിടെയാണ്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണ്. അതുകൊണ്ട് അൺക്ലെയിംഡ് ഡിവിഡൻഡ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റാണ് ഷോ ചെയ്യുന്നത്.
If wages paid is wrongly recorded in salary account, it is an example of. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വേജസ് ആണ് കൊടുത്തത്, പക്ഷെ നമ്മളത് റോങ് ആയിട്ട് എവിടെയാണ് റെക്കോർഡ് ചെയ്തത്? സാലറി അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്തത്. അത് എന്തിന് എക്സാമ്പിളാണ്, എന്ത് എററിന് എക്സാമ്പിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ്, എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിലേക്ക് മാറും. അപ്പോൾ രണ്ടും രണ്ട് ഹെഡാണ്. അത് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എററായിട്ടാണ് ആ എൻട്രി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ്. ഒരു ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി നമ്മളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ പ്രോഫിറ്റ് ഏത് രീതിയിലാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്രോഫിറ്റിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾ ഈസ് ക്രെഡിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ഗുഡ്സിൻ്റെ അകത്ത് ഒരു സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഉണ്ടായിരുന്നത് ഫ്രീ സാമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണ്? പർച്ചേസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ടിലാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത്? അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ടാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ട്. ഇനി ക്രെഡിറ്റിൻ്റെ സ്ഥാനത്ത് മാറി ഡെബിറ്റ് ആണെങ്കിൽ ഏത് അക്കൗണ്ട് വരും? അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് വരും. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഓൾസോ കോൾഡ് ഡാഷ് അക്കൗണ്ട്സ്. അപ്പോൾ റവന്യൂ, എക്സ്പെൻഡിച്ചർ ഈ നേച്ചറിലുള്ള അക്കൗണ്ട്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി എന്താണ്, നമ്മുടെ നോമിനൽ അക്കൗണ്ട്സ് നമുക്ക് 3 ടൈപ്പിൽ നമ്മൾ അക്കൗണ്ട്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് നമ്മുടെ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ? നോമിനൽ അക്കൗണ്ടിലാണ് ഏത് വരുന്നത്? നമുക്ക് നോമിനൽ അക്കൗണ്ടിലാണ് എക്സ്പെൻസ്, ഇൻകം എന്നുള്ളതൊക്കെ റവന്യൂവും എക്സ്പെൻഡിച്ചറും ഒക്കെ എന്താണ് നമ്മുടെ നോമിനൽ അക്കൗണ്ടിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ അക്കൗണ്ടിനെ, റവന്യൂവിനെയും എക്സ്പെൻഡിച്ചറിനെയും നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? അത് ടെമ്പററി അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ വിളിക്കുന്നത്? നമ്മൾ ഒരു വർഷം തന്നെ നമ്മുടെ റവന്യൂവും എക്സ്പെൻഡിച്ചറും അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുകയാണ്? ക്ലോസ് ചെയ്യുകയാണ്. ആ ഒരു വർഷം തന്നെ തീരുകയാണ്. അത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ വർഷം ക്ലോസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആയതുകൊണ്ട് അതിന് ടെമ്പററി അക്കൗണ്ട്സ് ആണ്. 3 അക്കൗണ്ട്സ് ആണുള്ളത്: റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും ബാലൻസ് നമ്മൾ ഏതിലേക്ക് പോകുന്നു? ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുകയും നോമിനൽ അക്കൗണ്ട്സ് എല്ലാം അതാത് വർഷം ക്ലോസിംഗ് എൻട്രി കൊടുത്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ പ്രീപെയ്ഡ് ആൻഡ് അൺപെയ്ഡ് എക്സ്പെൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈറ്റ് ഡ്യൂ ടു ദ ഡാഷ് കൺസെപ്റ്റ്. നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എൻട്രീസ് കൊടുക്കുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ അവസാനം പ്രീപെയ്ഡ്, അൺപെയ്ഡ് എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് കൊടുക്കുന്നുണ്ട്. അത് ഏത് കൺസെപ്റ്റിൻ്റെ ബേസിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാച്ചിങ് പ്രിൻസിപ്പിളാണ്. നമ്മൾ എന്താണ്, ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും ആ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് ആ കൺസെപ്റ്റിൽ പറയുന്നത്. ആസ് പെർ ദിസ് matching principle, only those expenses relating to the current accounting period must be matched against the revenue relating to the same period. ഒരേ പീരീഡിലെ എന്തൊക്കെയാണ്? സെയിം പീരീഡിലെ നമ്മുടെ എക്സ്പെൻസും ഇൻകവും തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻസ് തമ്മിലാണ് മാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. ഏത് കൺസെപ്റ്റാണ്? മാച്ചിങ് കൺസെപ്റ്റ്. അതിൻ്റെ ബേസിലാണ് അതാത് വർഷത്തെ ഇൻകവും എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രീപെയ്ഡും അൺപെയ്ഡും.
അപ്പോൾ ഈ സെയിം പീരീഡിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ മാച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് കൊടുക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിന്. എക്സ്പെൻസസ് ആണെങ്കിൽ അതിന് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളതും, ഇൻകം ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും ഇൻകംസും ഉണ്ടാവും, പ്രീപെയ്ഡ് എക്സ്പെൻസസും അക്രൂഡ് ഇൻകംസും. ഇങ്ങനെ എൻട്രീസ് ഇട്ട് നമ്മൾ മാച്ചിങ് പ്രിൻസിപ്പളിൻ്റെ ബേസിൽ അതാത് വർഷത്തെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ അൺക്ലെയിംഡ് ഡിവിഡൻഡ് വിൽ ബി ഷോൺ. അൺക്ലെയിംഡ് ഡിവിഡൻഡ് എവിടെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പക്ഷേ ആ ഡിവിഡൻഡ് എന്ത് ചെയ്തില്ല, ക്ലെയിം ചെയ്തില്ല, അവരത് വാങ്ങിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മളത് കൊടുക്കേണ്ടതാണ്. അവരെപ്പോൾ വന്ന് ചോദിച്ചാൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ആ ഡിവിഡൻഡ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അൺക്ലെയിംഡ് ഡിവിഡൻഡ്, ക്ലെയിം ചെയ്യാത്ത ഡിവിഡൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. എവിടെയാണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണ്. അതുകൊണ്ട് അൺക്ലെയിംഡ് ഡിവിഡൻഡ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റാണ് ഷോ ചെയ്യുന്നത്. If wages paid is wrongly recorded in salary account, it is an example of. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വേജസ് ആണ് കൊടുത്തത്, പക്ഷെ നമ്മളത് റോങ് ആയിട്ട് എവിടെയാണ് റെക്കോർഡ് ചെയ്തത്, സാലറി അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്തത്. അത് എന്തിന് എക്സാമ്പിളാണ്, എന്ത് എററിന് എക്സാമ്പിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ്, എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിലേക്ക് മാറും. അപ്പോൾ രണ്ടും രണ്ട് ഹെഡാണ്. അതെന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എററായിട്ടാണ് ആ എൻട്രി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ്. ഒരു ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി നമ്മളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ പ്രോഫിറ്റ് ഏത് രീതിയിലാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്രോഫിറ്റിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം, അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഗിവൺ ആസ് ഫ്രീ സാമ്പിൾ ഈസ് ക്രെഡിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ഗുഡ്സിൻ്റെ അകത്ത് ഒരു സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഉണ്ടായിരുന്നത് ഫ്രീ സാമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണ്, പർച്ചേസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ടിലാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത്, അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ടാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ട്. ഇനി ക്രെഡിറ്റിൻ്റെ സ്ഥാനത്ത് മാറി ഡെബിറ്റ് ആണെങ്കിൽ ഏത് അക്കൗണ്ട് വരും, അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് വരും. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഓരോ വർഷത്തെയും വാല്യൂ കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ഡൗൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്നറിയപ്പെടുന്നത്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാണ്, അതല്ലെങ്കിൽ പിന്നെ വേറൊരു പേരും കൂടെ ഉണ്ട്, റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. എന്താണ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്? ഈ രണ്ട് പേരിലും അറിയപ്പെടുന്നത് സെയിം തന്നെയാണ്, എന്ത്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് തന്നെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്, ദ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ റെഡ്യൂസ്ഡ് വാല്യൂ ഓർ റിട്ടേൺ ഡൗൺ വാല്യൂ ഓർ ഡിമിനിഷിംഗ് വാല്യൂ ഓഫ് ദ അസറ്റ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഏതൊക്കെ രീതിയിൽ പറയാം, ഒന്നുകിൽ റെഡ്യൂസ്ഡ് വാല്യൂവിനാവാം, അതല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിനാവാം, അതല്ലെങ്കിൽ ഡിമിനിഷിംഗ് വാല്യൂ ഓഫ് ദ അസറ്റ്, കുറഞ്ഞു വരുന്ന വാല്യൂവിന്. ആ കുറഞ്ഞു വരുന്ന വാല്യൂ ആണ് ഓരോ വർഷവും എന്ത് ചെയ്യുന്നത്, നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. എമൗണ്ട്, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറച്ചിട്ട് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബുക്കിൽ. ഈ ഡിപ്രീസിയേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത നമ്മളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാല്യൂ എന്താവുന്നില്ല, വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് നോട്ട് റെഡ്യൂസിങ് ടു സീറോ. വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഒരു കാരണവശാൽ ഏതിലേക്ക് വരില്ല, സീറോയിലേക്ക് വരില്ല.
പിന്നെ എന്താണ്, ഓരോ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും, ഡിപ്രീസിയേഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും നമ്മുടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അഥവാ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിൽ. അസറ്റിൻ്റെ വാല്യൂ 0 ആവില്ല, ഡിപ്രീസിയേഷൻ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാണ് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. അതിൻ്റെ അകത്ത് എന്താണ്, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്നത്. അവിടെ അസറ്റിൻ്റെ വാല്യൂ 0 ആകും. ഇപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഏത്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ് ഏത് അതോറിറ്റീസ്, ഇൻകം ടാക്സ് അതോറിറ്റീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്സിഡൻ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ. ആക്സിഡൻ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ. അപ്പോൾ സ്റ്റോക്ക് ആക്സിഡൻ്റായിട്ട് ലോസ് സംഭവിച്ചാൽ അത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് ലോസ് ആക്സിഡൻ്റായിട്ട് ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണിക്കാം, ഗുഡ്സ് ലോസ്ഡ് ബൈ ഫയർ ആണെങ്കിൽ, അതല്ലെങ്കിൽ ആക്സിഡൻ്റൽ ലോസ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. അതല്ല എങ്കിൽ പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തും കാണിക്കാം. അപ്പോൾ നമ്മളോട് ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഇൻ കേസ് ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസ് ഓൺ ഡെബിറ്റ് സൈഡ് എന്നാണ് ഓപ്ഷനിലുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ രണ്ട് രീതിയിലും നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ കേസിൽ തന്നെ നമുക്ക് ഒരു 3 ഓപ്ഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ ലോസ് നഷ്ടപ്പെടുന്ന കാര്യം ഇൻഷുർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസ് അഡീഷണൽ ഉണ്ട്. ഫുള്ളി ഇൻഷുർഡ്, പാർഷ്യലി ഇൻഷുർഡ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ചില മാറ്റങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ആ ഒരു കാര്യം കമ്പൽസറിയാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്.